കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. ഏവരെയും കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുന്നു, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞു. കഥകൾ ഇനിയും ഏറെ പറയാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഐതിഹ്യ കഥയാണ്. ഇപ്പോൾ ശബരിമല സീസണൊക്കെയാണ് അല്ലേ? അതിനോടനുബന്ധിച്ച് ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വൈകണ്ട, കഥ ഞാൻ കേട്ടുകളെ. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, ഈ കഥ ഞാൻ എടുത്തത് ഐതിഹ്യ മഞ്ജരി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ്. ചെലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ രചിച്ച ഐതിഹ്യ മഞ്ജരി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ്. ഈ കഥ എരുമേലിൽ പേട്ടതുള്ളൽ, അതിനെക്കുറിച്ചാണ് ഈ കഥ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇത് ഐതിഹ്യമാണ്, നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു ഐതിഹ്യമാണ്. ശബരിമല ദർശനത്തിനായി പോകുന്ന അയ്യപ്പന്മാർ എരുമേലിയിലെത്തി പേട്ട തുള്ളിയ ശേഷം വേണം ശബരിമലയിലേക്ക് തിരിക്കാൻ എന്നായിരുന്നു മുൻകാലങ്ങളിലുള്ള ഒരു ആചാരം. കന്നി അയ്യപ്പന്മാർ എന്നറിയപ്പെടുന്ന ആദ്യമായി ശബരിമല ദർശനത്തിന് പോകുന്നവർക്ക് പേട്ടതുള്ളൽ നിർബന്ധവുമായിരുന്നു. എരുമേലി പേട്ടതുള്ളൽ പോലെയുള്ള ഒരു ചടങ്ങ് ഭാരതത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാനുമില്ല. അതായത് വേറെ ഒരു ക്ഷേത്രത്തിലും ഇത്തരമൊരു കർമ്മമില്ല. എരുമേലി പേട്ടതുള്ളലിൻ്റെ ചടങ്ങുകൾക്ക് ഏറെക്കുറെ വടക്കേ ഇന്ത്യയിലെ ഹോളിയുമായി ബന്ധമുള്ളതുപോലെ തോന്നും. ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല, ഈ പുസ്തകം എഴുതിയ എഴുത്തുകാരൻ്റെ അഭിപ്രായമാണ്. എരുമേലി ക്ഷേത്രത്തിലെ പേട്ടതുള്ളലിനുമുണ്ട് ചില ചടങ്ങുകൾ. എരുമേലി ക്ഷേത്രത്തിൽ എത്തി വിരി വെച്ചു കഴിയുന്ന അയ്യപ്പന്മാർ പിറ്റേന്നാൾ അഴുതത്തോട്ടിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തി ഭസ്മം, കരി, സിന്ദൂരം എന്നിവ ദേഹത്തിൽ പൂശുന്നു. അതിനുശേഷം പേട്ടതുള്ളലിനാവശ്യമായ ശരക്കോൽ, പാണൽക്കോൽ, കാട്ടുകമ്പ്, നാളികേരം, ഏത്തയ്ക്ക, ചേന എന്നിവ വാങ്ങുന്നു. ഏത്തയ്ക്കായും ചേനയും ഒരു കരിമ്പടത്തിൽ കെട്ടി കാട്ടുകൊമ്പിൻ്റെ നടുവിൽ കെട്ടി തൂക്കിയിട്ട ശേഷം 2 പേർ കമ്പ് തോളിൽ താങ്ങുന്നു. വേഷം കെട്ടിയവർ ഒരു കൈയിൽ ശരക്കോലും മറ്റേ കൈയിൽ പാണൽക്കോലും പിടിച്ച് അയ്യപ്പൻ തിന്തകത്തോം എന്ന് പാടി തിമിർത്തുകൊണ്ട് എരുമേലി വലിയ അമ്പലത്തിന് വലതു വയ്ക്കുന്നു. ഇവരുടെ കൂടെയുള്ള മറ്റുള്ളവർ ഇവരുടെ തോളിലുള്ള കാട്ടുകമ്പിൽ തൊട്ടുകൊണ്ട് അവരോടൊപ്പം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും അഴുതത്തോട്ടിൽ കുളിച്ചു വന്നതിന് ശേഷമാണ് മല ചവിട്ട ആരംഭിക്കുന്നത്. എരുമേലി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടാകാനായി പറഞ്ഞു വരുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ടുകാലത്ത് ശ്രീ അയ്യപ്പൻ പന്തളത്ത് രാജാവിൻ്റെ വളർത്ത് പുത്രനായി പന്തളത്ത് കൊട്ടാരത്തിൽ കഴിയുന്ന കാലത്ത് സഹ്യാദ്രിയിൽ അതിഭീകരിയായ കരംദീക എന്ന മഹിഷിയുടെ ദ്രോഹപ്രവൃത്തികൾ കാരണം ദേവന്മാരും മനുഷ്യരും ഒരുപോലെ പൊറുതിമുട്ടുകയായിരുന്നു. ശ്രീ അയ്യപ്പന് ഈ മഹിഷിയെ വധിക്കാൻ ബ്രഹ്മനിശ്ചയമുണ്ടായി. ഉടനെ തന്നെ ശ്രീ അയ്യപ്പനും ഭൂതഗണങ്ങളും കൂടി മഹിഷിയെ തേടി വനത്തിൽ പ്രവേശിച്ചു. ഇന്നത്തെ എരുമേലി ക്ഷേത്രമിരിക്കുന്ന ഭാഗത്ത് വെച്ച് കരംദീകയെ ശ്രീ അയ്യപ്പൻ നേരിൽ കണ്ടു. വില്ലാളി വീരനായ ശ്രീ അയ്യപ്പൻ കരംദീകയുടെ മേൽ ശരങ്ങൾ പൊഴിച്ചു. അതിൻ്റെ കൊമ്പിൽ ചാടിപ്പിടിച്ച ശ്രീ അയ്യപ്പൻ അതിനെ മലർത്തി അടിച്ച ശേഷം
മഹർഷിയുടെ മേൽ കയറി നിന്ന് നൃത്തം ആരംഭിച്ചു. നൃത്താവസാനത്തിൽ മഹർഷി യമലോകം പോകുകയും ചെയ്തു. ഇതിൽ ആഹ്ലാദം പൂണ്ട ശ്രീ അയ്യപ്പൻ്റെ ഭൂതഗണങ്ങൾ ഒരു കാട്ടു കമ്പിൽ ശ്രീ അയ്യപ്പനെ ഇരുത്തി തോളിലേറ്റിക്കൊണ്ട് അയ്യപ്പൻ തിന്തകത്തോവും എന്നാർത്ത് വിളിച്ചുകൊണ്ട് അവിടെയെല്ലാം നടന്നു. ഇവരുടെ കയ്യിൽ ശരവും പാണൽ കമ്പുമുണ്ടായിരുന്നു. മഹർഷിയെ വധിച്ച സ്ഥലത്ത് പിന്നീട് എരിമേലി ക്ഷേത്രമുണ്ടായി. ശ്രീ അയ്യപ്പൻ്റെ ഭൂതഗണങ്ങൾ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് പിന്നീട് പേട്ടത്തുള്ളൽ തുടങ്ങിയതെന്ന് പറയുന്നു. ഇവിടെ വെച്ച് അയ്യപ്പനാൽ വധിക്കപ്പെട്ട മഹർഷിയെ അഴുതത്തോടിൻ്റെ പടിഞ്ഞാറേക്കരയിൽ കൊണ്ടുപോയി സംസ്കരിക്കാൻ വീണ്ടും ബ്രഹ്മനിശ്ചയമുണ്ടായി. ഇതിനെ തുടർന്ന് ശ്രീ അയ്യപ്പൻ്റെ ഭൂതഗണങ്ങൾ മഹർഷിയെ കെട്ടിവലിച്ച് അഴുതത്തോടിൻ്റെ മറുകരയിൽ എത്തിച്ചു. അവിടെ കുഴി തോണ്ടി മഹർഷിയെ സംസ്കരിക്കുന്നതിന് പകരം കല്ലും മണ്ണും വാരിവെച്ച് മഹർഷിയെ സംസ്കരിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ സ്ഥലത്ത് കല്ലും മണ്ണും വാരിവെക്കുന്നത് ഒരു പുണ്യകർമ്മമായി ജനങ്ങൾ കരുതാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സ്ഥലത്ത് ശബരിമല അയ്യപ്പന്മാർ പാറക്കല്ലുകൾ ഇടാൻ തുടങ്ങിയത്. ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാർ അഴുതയിൽ മുങ്ങിക്കുളിക്കുമ്പോൾ നദിയുടെ അടിത്തട്ടിൽ നിന്നൊരു ചെറിയ കല്ല് മുങ്ങിത്തപ്പിയെടുക്കും. ഈ കല്ല് മഹർഷിയെ സംസ്കരിച്ച സ്ഥലത്ത് ഇന്നും ഇട്ട് വരുന്നു. ഇത്രയുമാണ് നമ്മുടെ ഈ ഐതിഹ്യം. അപ്പോൾ നമ്മൾ കഥ കേട്ട് കഴിഞ്ഞു. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. പല വിശ്വാസങ്ങളും നമ്മൾ ഇന്ന് പാലിച്ചു വരുന്നത് ഈ ഐതിഹ്യങ്ങളെ അധിഷ്ഠിതപ്പെടുത്തിയാണ്. ഒരു സങ്കല്പത്തിന് പല ഐതിഹ്യങ്ങളും കാണും. ഒരു ഐതിഹ്യം മാത്രമല്ല, പല കാലഘട്ടത്തിൽ ഉടലെടുത്ത പല പല ഐതിഹ്യങ്ങളും ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കാണും. അല്ലെങ്കിൽ പല ഐതിഹ്യങ്ങളും പല പല വിശ്വാസങ്ങളിൽ പല രൂപത്തിൽ കാണും. അങ്ങനെയുമുണ്ട്. ഇവിടെ ഈ ഐതിഹ്യം പറയുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് പറയുന്നത് ഇതിനേറെക്കുറെ വടക്കേ ഇന്ത്യയിലെ ഹോളിയുമായി ബന്ധമുള്ളതുപോലെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു ബുദ്ധമതവുമായിട്ടൊക്കെ ഏറെ ബന്ധമുണ്ട് ശബരിമലയ്ക്കെന്നാണ്. പല ആചാരങ്ങളുമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധമതത്തിൻ്റെ കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന, നമ്മുടെ ഭാരതത്തിൽ മുമ്പുണ്ടായിരുന്ന ബുദ്ധമതത്തിൻ്റെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ഇതിന് എന്തൊക്കെയോ ഒരു ബന്ധമുള്ളതുപോലെ പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് മാത്രമല്ല, പല പണ്ഡിതന്മാരും അങ്ങനെ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നിരീക്ഷണങ്ങളാണ്, അവരുടെ ആ കാഴ്ചപ്പാടുകളാണ്. അവർ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ ചെന്നെത്തുന്ന ചില കണ്ടെത്തലുകളും ഐതിഹ്യങ്ങളും കഥകളും വസ്തുതകളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ഏറെ മനുഷ്യൻ്റെ നിലനിൽപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ വളരെ അസ്വസ്ഥനാണ്. ആ അസ്വസ്ഥത അല്ലെങ്കിൽ ആ ആശങ്കയും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള വല്ലാത്തൊരു വെപ്രാളം പിടിച്ച ഒരു ഓട്ടത്തിനിടയിൽ ഇത്തരം ഭക്തി സാന്ദ്രമായ ത്യജിക്കൽ, ഞാൻ അതാണ് ബുദ്ധമതത്തിൻ്റെ കാര്യം പറഞ്ഞത്. ശബരിമല എപ്പോഴും ത്യജിക്കലാണ് അല്ലേ. നമ്മൾ സാധാരണ പാലിച്ചു വരുന്ന ജീവിത രീതിയിൽ നിന്ന് കുറച്ച് നാൾ നമ്മൾ മാറിയിരിക്കുകയാണ്. വ്രതം അനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ച് അല്ലേ മാറിയിരിക്കുകയാണ്. അത് ബുദ്ധമതത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അവരുടെ ജീവിതം അല്ലേ അങ്ങനെ കുറേ വേണ്ട വേണ്ട എന്ന് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ദർശനത്തിൻ്റെ സ്വാധീനം, പ്രഭാവം ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ജന്മമെടുത്ത ഒരു ചിന്താധാരയാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. അഹിംസയിൽ അധിഷ്ഠിതമായ ആ ചിന്താധാരയുടെ ഒരു സ്വാധീനവും രീതികളുമൊക്കെ ഇവിടെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ ചിന്തകളും, എല്ലാ തത്വചിന്തകളും മറ്റ് പല തത്വചിന്തകളുടെയൊക്കെ ഒരു തുടർച്ചയാണ്. അതിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന പല നദികളും തോടുകളും നീർച്ചാലുകളുമൊക്കെയാണ് പലപ്പോഴും പല പല
തത്വസിംഹകളും പ്രമാണങ്ങളും ഐതിഹ്യങ്ങളുമെല്ലാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. എത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.